ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പന്തലൊരുക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റി ജീവനക്കാർക്ക് സൗജന്യ താമസ സൗകര്യമൊരുക്കി സർക്കാർ. പമ്പയിലെ ലോഡ്ജിംഗ് സംവിധാനങ്ങളാണ് ഊരാളുങ്കൽ ജീവനക്കാർക്ക് കൈമാറിയത്. പമ്പയിൽ വർഷങ്ങളായി പണിയെടുക്കുന്ന തൊഴിലാളികൾ വലിയ തുക വാടക നൽകി കഴിയുമ്പോഴാണ് സർക്കാർ ഊരാളുങ്കൽ സൊസൈറ്റി ജീവനക്കാർക്ക് സൗജന്യ താമസ സൗകര്യം ഒരുക്കിയത്. പമ്പയിൽ നിന്നും ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പയിൽ കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പന്തലുകൾ, ജർമ്മൻ പന്തലുകൾ കോടികൾ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. പക്ഷേ പമ്പയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതാണ്, പ്രളയത്തിന് ശേഷം തകർന്ന പമ്പയിൽ കൃത്യമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അതിനുശേഷമുള്ള എല്ലാ തീർത്ഥാടന നാളുകളിലും വാർത്തയാകുന്നതാണ്. പക്ഷേ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഇതുവരെയും ദേവസ്വം ബോർഡിനോ സർക്കാരിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ആ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പമ്പയിൽ ഇത്തരത്തിൽ കോടികൾ ചെലവഴിച്ചുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പന്തലുകളടക്കം ക്രമീകരിച്ചുകൊണ്ട് മഹാസംഗമത്തിനായിട്ട് വേദി ഒരുങ്ങുന്നത്. പക്ഷേ നമുക്കറിയാം, പമ്പയിൽ നിരവധിയായിട്ടുള്ള ജീവനക്കാരുണ്ട്, ഡോളി തൊഴിലാളികളുണ്ട്, അതോടൊപ്പം തന്നെ സമാനമായി ഒരുപാട് ജീവനക്കാരുണ്ട്. അവർക്കൊക്കെ തന്നെ ഉള്ള താമസ സൗകര്യം എന്നൊക്കെ പറയുന്നത് അതീവ ശോചനീയമാണ്. ഈ കാണുന്ന ഒരു കെട്ടിടത്തിൽ, അത് സൗകര്യങ്ങൾ തീരെയില്ലാത്ത കെട്ടിടത്തിൽ, അതും വലിയ തുക വാടകയ്ക്ക് മേടിച്ചുകൊണ്ടാണ് ഓരോ ജീവനക്കാരെയും ഇവിടെ താമസിപ്പിക്കുന്നത്. പക്ഷേ നമുക്കറിയാൻ സാധിച്ചത്, ഈ സംഗമത്തിന് വേണ്ടി ഈ പന്തലൊരുക്കുന്ന തൊഴിലാളികൾ, അത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ തൊഴിലാളികളാണ്. അവർക്ക് ഇവിടെയുള്ള ദേവസ്വം ബോർഡിൻ്റെ ഈ താമസ സൗകര്യങ്ങൾ, ലോഡ്ജിംഗ് ഫെസിലിറ്റീസ് ഒക്കെ അവർക്ക് സൗജന്യമായിട്ട് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഇവിടെ സാധാരണഗതിയിൽ എല്ലാ വർഷവും ഉണ്ടാകുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളോട് വലിയ നീതി നിഷേധം തന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡും കാണിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്നും പൈസ ഊറ്റിയെടുത്തുകൊണ്ട് അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ വർഷങ്ങളായിട്ട് ഒരുക്കി നൽകാത്തൊരു സാഹചര്യമുണ്ട്. മറിച്ച് ഈ ഒരു സംഗമത്തിൻ്റെ പേരിൽ ഇവിടെ എത്തുന്ന തൊഴിലാളികൾക്ക്, ആ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ തൊഴിലാളികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത് മാത്രമല്ല, ഈ പമ്പയിൽ തീർത്ഥാടകർക്ക് പോലും വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായിട്ട് ഇല്ല. ഒരു നടപ്പന്തൽ തന്നെ വരെ വന്നത് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ്. അതും ഒരു മികച്ച രീതിയിലുള്ളതാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുമില്ല. വെയിൽ കൊള്ളാതെയോ മഴ കൊള്ളാതെയോ നിൽക്കാനായിട്ട് ഉള്ള പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ ഇന്ന് പമ്പയിൽ തീർത്ഥാടകർക്ക് ഉള്ളൂ എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. എന്തായാലും ഈ കോടികളൊന്നും വേണ്ടിവരില്ല അത്തരത്തിലുള്ള സൗകര്യങ്ങൾ, ചെറിയ സൗകര്യങ്ങൾ തീർത്ഥാടകർക്കും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്കും ഒരുക്കി നൽകുന്നതിന്. പക്ഷെ അതിനുപോലും കൂട്ടാക്കാത്ത സർക്കാർ ഇപ്പോൾ ഇത്തരത്തിൽ തിടുക്കപ്പെട്ടുകൊണ്ട് ഈ സംഗമം നടത്തി അവിടെ ഇങ്ങനെ കോടികൾ ചിലവഴിക്കുന്നതാണ് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി മാറുന്ന വസ്തുത എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പമ്പയിൽ നിന്നും പ്രശോഭ് കുറ്റിയിലിനൊപ്പം ഗോകുൽ രമേശ്, ജനം.